നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ ഈ ഒരു ജൂൺ മാസത്തിൽ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഒരു ജനകീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നത്. 20ാമത്തെ ഗഡുവാണ് അക്കൗണ്ടുകളിലേക്ക് എത്താനിരിക്കുന്നത്. ഇതിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ ഒരു തുക മുടങ്ങാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഈ ഒരു തുക നിലവിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു മാനദണ്ഡങ്ങൾ, ഈ ഒരു നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പ്രത്യേകമായി തന്നെ തയ്യാറാവണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു തുക തടസ്സം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന കർഷക കുടുംബങ്ങൾക്കാണ് ഈ ഒരു തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള 19 ഗഡുക്കളായുള്ള വിതരണത്തിലൂടെ 38,000-ഓളം രൂപ ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. ഇനി അടുത്ത 20ാമത്തെ ഗഡു കൂടി അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതോടെ ഈ ഒരു തുക 40,000-ലേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കർഷകരെല്ലാവരും തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. ഇതോടെ നിങ്ങൾക്ക് ഒരു 10 അംഗ ID നമ്പർ ലഭിക്കും. കർഷകർക്കായിട്ടുള്ള സബ്സിഡി, അതുപോലെ തന്നെയുള്ള മറ്റ് സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം തന്നെ ലഭിക്കാൻ ഈ ഒരു രജിസ്ട്രേഷൻ സഹായിക്കും. കൂടാതെ കർഷക രജിസ്ട്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കർഷകർ ഈ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൃഷിഭവനുകളിൽ ഇതിന്റെ വെരിഫിക്കേഷൻ നടപടികൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ നിങ്ങൾ കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്ന ഒരു ഗുണഭോക്താവാണെങ്കിൽ നിങ്ങളുടെ ആധാറിന്റെ കോപ്പി, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഭൂമിയുടെ കരമടച്ചിട്ടുള്ള രസീത് എന്നിവ സഹിതം വേണം നിങ്ങൾ കൃഷിഭവനുകളിൽ എത്താൻ. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് OTP വരിക. ഈ OTP നൽകിയാണ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ മൊബൈൽ നിങ്ങൾ നിർബന്ധമായും കയ്യിൽ കരുതണം. കൃഷിഭവനുകളിലെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാനുള്ള സമയപരിധി എന്ന് പറയുന്നത് ജൂലൈ മാസം 31-ാം തീയതി വരെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു തീയതിക്ക് ശേഷവും ചിലപ്പോൾ തീയതി നീട്ടി നൽകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാ കർഷകരും നിങ്ങളുടെ ഈ ഒരു വെരിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണിത്. സമ്മാൻ നിധി ലഭിച്ചിരുന്ന സ്ഥലം വിറ്റുപോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അനർഹമായി മറ്റുള്ളവരുടെ പേരിൽ അപേക്ഷ നൽകി ഈ ഒരു തുക കൈപ്പറ്റുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനർഹരായിട്ടുള്ള ആളുകളെ സർക്കാരിന്റെ ഈ ഒരു പ്രക്രിയ കഴിയുന്നതോടെ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താവും. അങ്ങനെ യഥാർത്ഥ ഗുണഭോക്താവിന്റെ അക്കൗണ്ടുകളിൽ മാത്രമായി ഒരു വർഷത്തിൽ 6000 രൂപ ലഭിച്ചു തുടങ്ങും. 20ാമത്തെ ഗഡുവിന്റെ വിതരണം ഉടൻ ആരംഭിക്കും. ഈ ഒരു തുക മുടക്കം കൂടാതെ എല്ലാവർക്കും ലഭിക്കും. 20ാമത്തെ ഗഡുവിന്റെ വിതരണം ഉടൻ ആരംഭിക്കും. ഇതിന്റെ നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു തുക മുടക്കം കൂടാതെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും. എന്നാൽ 21ാമത്തെ ഗഡു മുതൽ തടസ്സം കൂടാതെ ഈ ഒരു തുക ലഭിക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നിലവിൽ തടസ്സം നേരിട്ടിട്ടുള്ള ആളുകൾ KYC, ആധാർ സീഡിംഗ് എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഏത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ ഒരു തുക എത്തിച്ചേരാവുന്നതാണ്. കുടിശ്ശിക വന്നിട്ടുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലോ ജനസേവാ കേന്ദ്രങ്ങളിലോ എത്തി PM കിസാൻ സൈറ്റിൽ എന്താണ് തടസ്സമെന്ന് പരിശോധിച്ച് അത് പരിഹരിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. എന്നാൽ ഇത് പരിഹരിച്ചതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കുടിശ്ശിക അടക്കമുള്ള തുക എത്തിച്ചേരും. 2 തവണ കുടിശ്ശിക മുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 4000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടുള്ള ആളുകളുമുണ്ട്. തീർത്തും സൗജന്യമായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സർക്കാർ സഹായങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനു സൈനിങ് ഓഫ്.